പ്രിയപ്പെട്ട 2ാം ക്ലാസ്സിലെ കുട്ടികളെ, ഇന്ന് നമുക്ക് ആക്ടിവിറ്റി ബുക്കിലെ ആക്ടിവിറ്റീസ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. പാഠപുസ്തകത്തിലുള്ള പാഠങ്ങൾ തന്നെയാണ് ആക്ടിവിറ്റി ബുക്കിലും ഉള്ളത്. നമ്മുടെ പാഠപുസ്തകത്തിലെ 1ാമത്തെ യൂണിറ്റ് അൽ അർലുൽ ജമീല എന്നതായിരുന്നു. അതേ യൂണിറ്റ് ആക്ടിവിറ്റി ബുക്കിലും കാണാം. അതേപോലെ അതിലുള്ള പാഠങ്ങൾ സ്വദീഖി, ഫറാശത്തി, അജീബ്, ഈ പാഠങ്ങളൊക്കെ ആക്ടിവിറ്റി ബുക്കിലുമുണ്ട്. അപ്പോൾ ഈ പാഠങ്ങളിലുള്ള ആക്ടിവിറ്റീസാണ് നമുക്ക് ചെയ്യാനുള്ളത്. 1ാമത്തെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ഇവിടെ വായിക്കൂ. നുക്മിലു കമാഫിൽ മിസാലി. ഉദാഹരണത്തിലുള്ളതുപോലെ നമുക്ക് പൂരിപ്പിക്കാം. ഉദാഹരണം കൊടുത്തിരിക്കുന്നത് ഇവയാണ്: ഹാദ ഫീലുൻ, ഹാദിഹി ബത്തത്തുൻ. ഇതേപോലെയാണ് നമ്മൾ പൂരിപ്പിക്കേണ്ടത്. അതിനു മുമ്പ് ഇവിടെ ഹാദ, ഹാദിഹി എന്നീ 2 പദങ്ങൾ കാണാം. നമ്മൾ പാഠപുസ്തകത്തിൽ പഠിച്ചതാണ് ഈ 2 വാക്കുകളും. ഒന്നുകൂടെ പറയാം. ഹാദ എന്നാൽ എന്താണ്? ഇത്. ഹാദ എന്ന് പറഞ്ഞാൽ ഇത് എന്നാണ് അർത്ഥം. അതേപോലെ ഹാദിഹി എന്ന് പറഞ്ഞാലോ ഇത്. രണ്ടിൻ്റെയും അർത്ഥം ഇത് എന്നാണ്. എന്നാൽ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഹാദ മുദക്കറാണ്, ഹാദിഹി മുഅന്നസാണ്. എന്താണ് മുദക്കർ? മുദക്കർ എന്ന് പറഞ്ഞാൽ പുല്ലിംഗം, അതായത് ആണ്, പുരുഷൻ. ആണിനെ സൂചിപ്പിക്കാനാണ് മുദക്കർ എന്ന് പറയുന്നത്. ഹാദ എന്ന വാക്ക് മുദക്കറാണ്. അതേപോലെ മുഅന്നസ് എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗം, സ്ത്രീയെ, പെണ്ണിനെ സൂചിപ്പിക്കാനാണ് മുഅന്നസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹാദ, ഹാദിഹി രണ്ടിൻ്റെയും അർത്ഥം ഇത് എന്നാണ്. എന്നാൽ ഹാദ എന്ന വാക്ക് മുദക്കറും ഹാദിഹി എന്ന വാക്ക് മുഅന്നസുമാണ്. അപ്പോൾ മുദക്കറായ വാക്കുകളുടെ കൂടെ ഇത് എന്ന് പറയാൻ ഹാദ ചേർക്കണം. മുഅന്നസായ വാക്കുകളുടെ കൂടെ ഇത് എന്ന് പറയാൻ ഹാദിഹിയാണ് ചേർക്കേണ്ടത്. ഇനി ഒരു വാക്ക് കണ്ടാൽ അത് മുദക്കറാണോ മുഅന്നസാണോ എന്ന് എങ്ങനെ മനസ്സിലാകും? അതിനൊരു സൂത്രമുണ്ട്. നമുക്കിവിടെയുള്ള 2 വാക്കുകൾ തന്നെ നോക്കാം. ഇത് ആരുടെ ചിത്രമാണ്? ആനയുടെ ചിത്രമാണ്. ആനക്ക് അറബിയിൽ എന്താ പറയുക? ഫീലുൻ. ഇതോ? ഇത് താറാവാണ്. താറാവിന് അറബിയിൽ എന്ത് പറയും? ബത്തത്തുൻ. അപ്പോൾ ഈ 2 പേരുകളും നോക്കുക. ഫീലുൻ, ബത്തത്തുൻ. ഇതിൽ ഒരു വാക്ക് മുദക്കറും മറ്റൊന്ന് മുഅന്നസുമാണ്. ഏതാണ് മുദക്കർ? ഫീലുൻ എന്ന വാക്കാണ് മുദക്കർ. ബത്തത്തുൻ എന്ന വാക്ക് മുഅന്നസാണ്. അതെങ്ങനെ മനസ്സിലായി? ഫീല് മുദക്കറും ബത്തത്ത് മുഅന്നസുമാണെന്ന് എങ്ങനെ മനസ്സിലായി? അതായത് ഫീല് പുല്ലിംഗം, പുരുഷനെ സൂചിപ്പിക്കുന്നതും ബത്തത്ത് സ്ത്രീലിംഗം, സ്ത്രീയെ സൂചിപ്പിക്കുന്ന വാക്കുമാണ് എന്ന് എങ്ങനെ മനസ്സിലായി? അതിനൊരു സൂത്രമുണ്ട്. ഈ വാക്കുകളുടെ അവസാനത്തെ അക്ഷരം ഏതാണെന്ന് നോക്കിയാൽ മതി. ഫീലിൻ്റെ അവസാനത്തെ അക്ഷരം ലാമാണ്. ബത്തത്തിൻ്റെ അവസാനത്തെ അക്ഷരം ത ആണ്. ഏത് ത ആണ്? ഈ വട്ടത്തിലുള്ള ത ആണ് അല്ലേ? ഈ താഇന് ഒരു പേരുണ്ട്, ത മർബൂത്ത എന്നാണ്. അപ്പോൾ താഉൻ മർബൂത്ത അവസാനത്തിൽ വരുന്ന വാക്കുകളൊക്കെ മുഅന്നസായിരിക്കും. ഓക്കെ, മുഅന്നസും മുദക്കറും തിരിച്ചറിയാനുള്ള സൂത്രം എന്താണ്? അവസാനത്തിൽ താ മർബൂത്ത ചേർന്നിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി. താ മർബൂത്ത ചേർന്നിട്ടുണ്ടെങ്കിൽ ആ വാക്ക് മുഅന്നസാണ്. താ മർബൂത്ത ചേർന്നിട്ടില്ലെങ്കിലോ ആ വാക്ക് മുദക്കറാണ്. ഇവിടെ ഫീലിൻ്റെ കൂടെ താ മർബൂത്ത ചേർന്നിട്ടില്ല. അപ്പോൾ ഫീല് മുദക്കറാണ്. ബത്തത്തിൻ്റെ കൂടെ താ മർബൂത്ത ചേർന്നിട്ടുണ്ട്. അപ്പോൾ ബത്തത്ത് മുഅന്നസാണ്. ഇനി നമ്മൾ മേലെ പറഞ്ഞു, ഹാദ എന്നത് മുദക്കറാണ്, ഹാദിഹി എന്നത് മുഅന്നസാണ്. ഇത് എന്ന് പറയാൻ മുദക്കറായ വാക്കുകളുടെ കൂടെ ഹാദയും മുഅന്നസായ വാക്കുകളുടെ കൂടെ ഹാദിഹിയുമാണ് വെക്കേണ്ടത്. ഇവിടെ നമുക്ക്
ദിസ് ഈസ് എൻ എലിഫൻറ്റ്, അല്ലെങ്കിൽ ഇതൊരു ആനയാണ് എന്ന് പറയണം. അതിനുവേണ്ടി നമ്മളിവിടെ എഴുതിയത് എന്താണ്? ഇത് എന്ന് പറയാൻ ഹാദ, ആനയ്ക്ക് ഫീലുൻ. അപ്പോൾ ഹാദ ഫീലുൻ, ഇതൊരു ആനയാണ്. ഹാദ ഇത്, ഫീലുൻ ആന. ഹാദ ഫീലുൻ, ഇതൊരു ആനയാണ്. ഇവിടെ ഹാദയുടെ പകരം ഹാദിഹി വെക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഫീല് മുദക്കറാണ്. ഫീല് മുദക്കറാകുമ്പോൾ ഹാദയാണ് വെക്കേണ്ടത്. കാരണം ഹാദയാണ് മുദക്കർ, ഹാദിഹി മുഅന്നസാണ്. അതുകൊണ്ട് ഹാദ ഫീലുൻ എന്ന് മാത്രമേ പറയാവൂ. അടുത്ത ചിത്രം നോക്കാം. ഇവിടെ ബത്തത്താണുള്ളത്, താറാവ് അല്ലേ? ബത്തത്ത് മുഅന്നസാണ്, അവസാനം ഒരു താ ചേർന്നത് കാണാം. ഇതൊരു ബത്തത്താണ്, ഇതൊരു താറാവാണ് എന്ന് പറയണം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിച്ചത് ഹാദിഹിയാണ് അല്ലേ? ഹാദിഹി ബത്തത്തുൻ, ഇതൊരു താറാവാണ്. ഹാദിഹി എന്നാൽ ഇത്, ബത്തത്തുൻ താറാവ്. ഹാദിഹി ബത്തത്തുൻ, ഇതൊരു താറാവാണ്. ഇവിടെ ഹാദ ബത്തത്തുൻ എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം ബത്തത്ത് മുഅന്നസാണ്. മുഅന്നസാകുമ്പോൾ നമ്മൾ ഹാദിഹി തന്നെ വെക്കണം. ഹാദിഹിയാണ് മുഅന്നസ്, ഹാദ മുദക്കറാണ്. അതുകൊണ്ട് ഹാദിഹി ബത്തത്തുൻ, ഇതൊരു ബത്തത്താണ്, താറാവാണ്. ഇനി അടുത്തത് നമ്മൾ പൂരിപ്പിക്കണം. ഇവിടെ കുറേ വാക്കുകളുണ്ട്. ഈ വാക്കുകളുടെയൊക്കെ കൂടെ ഹാദ അല്ലെങ്കിൽ ഹാദിഹി നമ്മൾ വെക്കണം. അത് എങ്ങനെ വെക്കാമെന്ന് നോക്കാം. ആദ്യം ഈ ചിത്രങ്ങൾക്കൊക്കെ ഏത് വാക്കാണ് വെക്കേണ്ടത് എന്ന് താഴെയുള്ള ബോക്സിൽ നിന്നും മനസ്സിലാക്കാം. ഇവിടെ ഖിത്തുൻ എന്നുണ്ട്. ഖിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പൂച്ച. തുഫാഹുൻ ആപ്പിൾ, സമക്കുൻ മത്സ്യം, കുറത്തുൻ ബോള്, ഹമാമത്തുൻ പ്രാവ്, കൽബുൻ നായ, ബക്കറത്തുൻ പശു. ഇത്രയും വാക്കുകളാണ് ഉള്ളത്. ഈ വാക്കുകളൊക്കെ നമ്മളിവിടെ എഴുതണം. ഓക്കെ, എല്ലാ വാക്കുകളും എഴുതിയിട്ടുണ്ട്. ഇനി ഇവയുടെ കൂടെ ഹാദ അല്ലെങ്കിൽ ഹാദിഹി ചേർക്കണം. ഒന്നാമത് ഹമാമത്ത്. ഹമാമത്ത് മീൻസ് പ്രാവ്. ഇതൊരു പ്രാവാണ് എന്നാണ് പറയേണ്ടത്. ഇത് എന്ന് പറയാൻ രണ്ട് വാക്കുകളാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് ഹാദയും മറ്റൊന്ന് ഹാദിഹിയും. ഇവിടെ ഹമാമത്തിൻ്റെ കൂടെ ഏത് വാക്കാണ് ചേർക്കുക? ഹാദയാണോ ഹാദിഹിയാണോ? ഹമാമത്തിൻ്റെ അവസാനത്തെ അക്ഷരം താ ഉൻ മർബൂത്തയാണ്. താ മർബൂത്ത വന്നാൽ ആ വാക്ക് മുഅന്നസാണ്. മുഅന്നസാകുമ്പോൾ ഇത് എന്ന് പറയാൻ ഹാദിഹിയാണ് വെക്കേണ്ടത് അല്ലേ? അപ്പോൾ ഹാദിഹി ഹമാമത്തുൻ, ഇതൊരു താറാവാണ്. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി അടുത്ത വാക്ക് ഖിത്തുൻ എന്നാണ്. പൂച്ചക്ക് എന്താ പറയുക? ഖിത്തുൻ. ഇതൊരു പൂച്ചയാണ് എന്ന് പറയാൻ ഹാദയാണോ ഹാദിഹിയാണോ? ഖിത്തുൻ എന്നാണുള്ളത്. അവസാനത്തെ അക്ഷരം ത്വാ ആണ്. അതിൻ്റെ ശേഷം ഒരു താ ഉൻ മർബൂത്ത ഇല്ല. അതുകൊണ്ട് തന്നെ ഖിത്ത് എന്ന വാക്ക് മുദക്കറാണ്. മുദക്കറാണെങ്കിൽ ഹാദയാണ് വെക്കുക. ഹാദ ഖിത്തുൻ, ഇതൊരു ഖിത്താണ്, ഇതൊരു പൂച്ചയാണ്. അടുത്ത വാക്ക് സമക്കുൻ. ഹാദയാണോ ഹാദിഹിയാണോ? സമക്കിൻ്റെ അവസാനത്തെ അക്ഷരം നോക്കൂ. താ മർബൂത്ത ഉണ്ടോ? ഇല്ല. അപ്പോൾ സമക്ക് മുദക്കറാണ്. മുദക്കറായതുകൊണ്ട് ഹാദ. ഹാദ സമക്കുൻ. ഇനി ബോളിന്. ബോളിന് കുറത്തുൻ എന്നാണ് പറയുക. കുറത്തിൻ്റെ അവസാനത്തെ അക്ഷരം താ മർബൂത്തയാണ്. അപ്പോൾ കുറത്ത് എന്ന വാക്ക് മുഅന്നസാണ്. മുഅന്നസാണെങ്കിൽ നമ്മൾ വെക്കേണ്ടത് ഏതാണ്? ഹാദിഹി എന്നാണ്. ഹാദിഹി കുറത്തുൻ, ഇതൊരു ബോളാണ്. ദിസ് ഈസ് എ ബോൾ. അടുത്ത ചിത്രം നായയാണ് അല്ലേ? നായക്ക് എന്താ പറയുക? കൽബുൻ. ഇനി ഇതൊരു നായയാണ് എന്ന് പറയണം. അതിനുവേണ്ടി ഒന്നുകിൽ ഹാദ അല്ലെങ്കിൽ ഹാദിഹി. ഏതാണ് വരിക? നിങ്ങൾ പറയൂ.
ഹാദയാണ് വരിക അല്ലേ. ഹാദ കൽബുൻ, ഇതൊരു നായ ആണ്. എന്തുകൊണ്ടാണ് ഹാദ വന്നത്? കൽബ് എന്ന വാക്ക് മുദക്കറാണ്. കൽബിൻ്റെ അവസാനത്തിൽ നമ്മൾ ഹാത്താ താ മർബൂത്ത കാണുന്നില്ല. അതുകൊണ്ട് കൽബ് മുദക്കറാണ്. മുദക്കറായതുകൊണ്ട് ഹാദയാണ് വെക്കേണ്ടത്. ഹാദ കൽബുൻ, ഇതൊരു നായയാണ്. അടുത്തത് പശുവാണല്ലേ. പശുവിന് ബക്കറത്തുൻ എന്നാണ് പറയുക. ബക്കറത്തിൻ്റെ അവസാനം ഒരു താ മർബൂത്ത കാണുന്നുണ്ട്. അപ്പോൾ ബക്കറത്ത് മുഅന്നസാണ് എന്ന് മനസ്സിലായി. മുഅന്നസാണെങ്കിൽ ഇത് എന്ന് പറയാൻ ഹാദിഹിയാണ് വെക്കേണ്ടത്. ഹാദിഹി ബക്കറത്തുൻ, ഇതൊരു പശുവാണ്. ഓക്കെ. ഇനി തുഫാഹൻ, ആപ്പിൾ. തുഫാഹിൻ്റെ അവസാനം താ ഉണ്ടോ? ഇല്ല. അപ്പോൾ തുഫാഹ് മുദക്കറാണ്. മുദക്കറാകുമ്പോൾ ഹാദ, ഹാദ തുഫാഹുൻ, ഇതൊരു തുഫാഹാണ്. ഓക്കെ. ഇത്രയുമാണ് ഈ പേജിലുള്ള വർക്ക്. ഇത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. അടുത്ത വർക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.